കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പച്ചപുതച്ച കുട്ടനാട്ടിൽ നിന്നും വളരെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ചെന്നിത്തല എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി മാവേലിക്കര തിരുവല്ല സംസ്ഥാന പാതയുടെ സമീപത്തായി 500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം, ജവഹർ നവോദയ വിദ്യാലയം. കഴിഞ്ഞ 12 വർഷങ്ങളിലായി അഖിലേന്ത്യാ തലത്തിൽ ആദ്യ സ്ഥാനങ്ങളിലും 2015 ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്തും എത്തിച്ചേർന്ന പ്രവർത്തന മികവ് ഈ സ്കൂളിനെ വേറിട്ടതാക്കുന്നു. പ്രകൃതിയുടെ സ്വരഭേദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിയുടെ ഹരിതാഭ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന കുട്ടികളും അധ്യാപകരും ഈ വിദ്യാലയത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ആത്മസംഘർഷങ്ങൾക്ക് വിട പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായ വിദ്യാലയ വിഹായസിൽ പൂത്തുമ്പികളെപ്പോലെ വിഹരിക്കുന്ന കുട്ടികൾ. ഇവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ അനുബന്ധ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ ഒഴിവു സമയങ്ങളെ കൂടുതൽ ധന്യമാക്കുന്നു. മക്കളെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ച കൃതാർത്ഥതയിൽ അവരുടെ നല്ല ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് സംതൃപ്തരായ രക്ഷിതാക്കൾ. പ്രകൃതിക്ക് ഹാനികരമായ ഒരു പ്രവൃത്തിക്കും ഇവിടെ സ്ഥാനമില്ല. ഉപയോഗശൂന്യമായ പേന, റീഫിൽ, PVC പൈപ്പ് മുതലായവ കൊണ്ട് കൗതുകകരമായ വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പരിശീലനം ഈ സ്കൂളിലെ പ്രവൃത്തി പരിചയ അധ്യാപകനായ ശ്രീ ശംഭു നമ്പൂതിരി കുട്ടികൾക്ക് നൽകുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ശേഖരിച്ച് ചാക്കിലാക്കി വിറ്റ് കിട്ടുന്ന പൈസ കുട്ടികൾ അവരുടെ ഹൗസിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതിനാൽ ഈ വിദ്യാലയം പ്ലാസ്റ്റിക് രഹിതമാണ്. പ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കാനായി വനം വകുപ്പിന്റെ സഹകരണത്തോടു കൂടി കുട്ടികൾ വൃക്ഷത്തൈകൾ നടുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സ്വച്ഛ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിന്റെ എല്ലാ ഭാഗങ്ങളും നിരന്തരം ശുചിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശുചിത്വ ബോധം ഈ കുട്ടികളിൽ ചെറുപ്രായത്തിലേ നാമ്പിടുന്നു. We are taking different steps to protect the environment and to reduce the global warming. In order to protect the environment, we are motivating the students to reduce the use of plastic items, plastic bags, pens and other things. ഞങ്ങൾ ഹൗസിലെ ഏറ്റവും മുതിർന്ന കുട്ടികളാണ്. അപ്പം കൊച്ചു കുട്ടികൾ 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഓരോരുത്തരും ഈ ചുമ്മാ നല്ല നല്ല സാധനങ്ങൾ, നല്ലതല്ല അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഈ വേസ്റ്റേജിലോട്ട് കളയാൻ പോകുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു നമുക്കത് അവസാനം ഇത് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ആർക്കെങ്കിലും വിലയ്ക്ക് കൊടുക്കാമെന്ന് പറയാം. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോർ റൂമിലല്ല, ഞങ്ങൾ സ്റ്റോർ റൂമിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചാക്കിൽ എല്ലാം കളക്ട് ചെയ്തു. അപ്പം 34 കിലോ ന്യൂസ് പേപ്പർ ഞങ്ങൾ കളക്ട് ചെയ്തു. ഞായറാഴ്ചകളിലായിരുന്നു ഞങ്ങളത് കളക്ട് ചെയ്യുന്നത്. എത്ര പേര് ചേർന്ന്? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുക? ഞങ്ങൾ 11th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 11th, 10th, 9th ഞങ്ങൾ ഈ 3 ക്ലാസ്സുകാർ ചേർന്നാണ് ഈ പത്രം അടുക്കുന്നതും പ്ലാസ്റ്റിക് കുപ്പികൾ കളക്ട് ചെയ്യുന്നതും ഒക്കെ. എല്ലാം എല്ലാ സൺഡേയും വൈകുന്നേരങ്ങളിൽ ഇത് അടുക്കി വെക്കുകയും വൃത്തിയായി മാറ്റി വെക്കുകയും ചെയ്യാറുണ്ട്. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ക്യാമ്പസിലുള്ള വേസ്റ്റിനാണ് ഞങ്ങൾ വയ്ക്കുന്നത്. ഈ ക്യാമ്പസ് വേസ്റ്റ് ഫ്രീ ആക്കാൻ, പ്ലാസ്റ്റിക് ഫ്രീ ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു സൊല്യൂഷൻ എത്തിയത്. ആരാ ഇതിന് ആദ്യമായിട്ട് കുറേ ഇനിഷ്യേഷൻ എടുത്ത് നിർദ്ദേശങ്ങൾ നൽകിയതാരാ? ടീച്ചേഴ്സ് തന്നെയാണല്ലേ, ഞങ്ങളുടെ ഹൗസ് മാസ്റ്റേഴ്സ്. എത്ര കിലോ ഈ വർഷം കളക്ട് ചെയ്തു? ഞങ്ങളിപ്പോൾ ന്യൂസ് പേപ്പർ മൊത്തത്തിൽ ഏകദേശം ഒരു 150 കിലോളം വേസ്റ്റ് ഞങ്ങളുടെ ഹൗസിൽ മാത്രമേ. എല്ലാ കുട്ടികളും അതിനകത്ത് ആക്റ്റീവായിട്ട്? ഓക്കെ. എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യാറുള്ളത്? എല്ലാ വർഷവും കളക്ട് ചെയ്യാറുണ്ട്.
ന്യൂസ് പേപ്പർ പ്ലാസ്റ്റിക്സ് പിന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കും. ആ ഹൗസുകളിൽ എന്നും വരുത്താറുള്ള ന്യൂസ് പേപ്പർ വായിച്ച ശേഷം തിരിച്ച് കളക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെ ഉപയോഗിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വിറ്റ് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഹൗസിന് ആവശ്യമായ ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ഹൗസ് മാസ്റ്റർ എന്നുള്ള നിലയിൽ സാർ ഏതൊക്കെ രീതിയിൽ? ഇത് യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് ഇറാഡിക്കേഷൻ, ക്യാമ്പസിൽ നിന്ന് പ്ലാസ്റ്റിക് ഇറാഡിക്കേഷൻ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ്. ഇതിലൂടെ 2-3 പ്രയോജനങ്ങളാണുള്ളത്. ഒന്ന്, വേസ്റ്റ് പ്ലാസ്റ്റിക് കത്തിക്കുക വഴി ഉണ്ടാകുന്ന പൊല്യൂഷൻ തടയുക. പിന്നെ രണ്ടാമത് ഹൗസിന് ഫണ്ട്. ഇത് വളരെ നോമിനലായ പൈസയാണ് കിട്ടുന്നതെങ്കിൽ പോലും അതിലൂടെ ഹൗസിന് ഒരു ചെറിയ ഫണ്ട് എപ്പോഴും കിട്ടുന്നുണ്ട്. ഈ വർഷം നീലഗിരി ഹൗസിൻ്റെ മാത്രം 180 കിലോ പ്ലാസ്റ്റിക്കാണ് ഈ ക്യാമ്പസിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇങ്ങനെ വിൽക്കുക വഴി. പക്ഷേ 180 കിലോ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു 4-1 അംശം മാത്രമേ ആകുന്നുള്ളൂ. ഇനിയും കൂടുതലുണ്ട്. അപ്പം കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് വരുന്നും ഈ പൈസ സ്കൂളിലേക്ക് ഫണ്ട് ചെയ്യുമ്പോഴത്തേക്കും, ഹൗസിലേക്ക് ഫണ്ട് ചെയ്യുമ്പോൾ അതുവഴി അവർക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ അതാണ് കൂടുതലും ലക്ഷ്യമാക്കുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക് ഈ ക്യാമ്പസിൽ നിന്ന് മാറ്റുക, എന്താ പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും പിന്നെ സമൂഹത്തിൻ്റെയും നന്മയ്ക്കായിട്ട് നവോദയ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ്. ഇവിടെ വേസ്റ്റ് വരുന്ന ഹാർപ്പിക്കിൻ്റെ കുപ്പി, വെള്ളം കുടിക്കുന്ന കുപ്പി, അതുപോലെ തന്നെ ഷൂ പോളിഷിൻ്റെ കുപ്പി, ഇതുപോലത്തെ വേസ്റ്റുകൾ മുഴുവൻ എടുത്തിട്ട് അത് ക്യാമ്പസിൽ നിന്നും മാറ്റും.